നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ PSCയിലെ സയൻസ് ഭാഗത്തിലെ ബയോളജിയുടെ ഡീപ്പായിട്ട് വരുന്ന സിലബസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ ടോപ്പിക്സാണ് ഈ ബയോളജി ഭാഗത്തിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ക്ലാസ് ഞാൻ ഇനി വരും വീഡിയോസിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കായ ശാസ്ത്രശാഖകളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. അനാട്ടമി എന്ന ശാസ്ത്രശാഖ ജീവികളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനമാണ്. അഗ്രസ്റ്റോളജി എന്ന ശാസ്ത്രശാഖ പുല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ്. ബാക്ടീരിയോളജി എന്നത് ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനമാണ്. ക്രയോബയോളജി എന്നത് വളരെ താഴ്ന്ന ഊഷ്മാവും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ്. സൈറ്റോളജി എന്നത് കോശഘടന, ധർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇക്കോളജി എന്നത് ജീവികളും പരിസ്ഥിതിയുമായുള്ള പരസ്പര ബന്ധ പഠനമാണ്. എംബ്രിയോളജി എന്നത് ഭ്രൂണഘട്ടം മുതൽ സസ്യങ്ങളും ജന്തുക്കളും സ്വാതന്ത്ര്യജീവികളായി രൂപമെടുക്കുന്നത് വരെയുള്ള ജീവശാസ്ത്ര പ്രക്രിയയെക്കുറിച്ചുള്ള പഠനമാണ്. ഫൈക്കോളജി എന്നത് ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ്. ഇത്തോളജി എന്നത് പ്രകൃതി സാഹചര്യങ്ങളിലെ ജന്തു സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആന്തോളജി എന്നത് പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ്. എക്സോബയോളജി എന്നത് ബഹിരാകാശത്തെ ജീവസാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. എവല്യൂഷണറി ബയോളജി എന്നത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇക്തിയോളജി എന്നത് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇമ്മ്യൂണോളജി എന്നത് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള പഠനമാണ്. ലിംനോളജി എന്നത് ശുദ്ധജലജീവികളെയും സ്വഭാവവിശേഷങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. ബ്രിമറ്റോളജി എന്നത് ആഹാരം, ആഹാരരീതി എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. മൈക്രോബയോളജി എന്നത് സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ്. മൈക്കോളജി എന്നത് കുമിളുകളെക്കുറിച്ചുള്ള പഠനമാണ്. മോളിക്കുലാർ ബയോളജി എന്നത് കോശങ്ങളിലെ തന്മാത്രാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. മോർഫോളജി എന്നത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപപഠനമാണ്. ന്യൂറോബയോളജി എന്നത് ജന്തുക്കളിലെ നാഡീഞരമ്പുകളുടെ പഠനമാണ്. ഹോർട്ടികൾച്ചർ എന്നത് ഉദ്യാന കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ്. വിറ്റികൾച്ചർ എന്നത് മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ്. ഒലേരി കൾച്ചർ എന്നത് പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ്. നെഫ്രോളജി എന്നത് വൃക്കകളുടെയും വൃക്കാരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. എപ്പികൾച്ചർ എന്നത് തേനീച്ച വളർത്തലിനെക്കുറിച്ചുള്ള പഠനമാണ്. സെറികൾച്ചർ എന്നത് പട്ടുനൂൽപ്പുഴു വളർത്തലിനെക്കുറിച്ചുള്ള പഠനമാണ്. ഒഫ്താൽമോളജി എന്നത് നേത്രഘടനയെക്കുറിച്ചും നേത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഓർണിത്തോളജി എന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. പാലിയന്റോളജി എന്നത് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ്. പാത്തോളജി എന്നത് രോഗബാധിതമായ ശരീരത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഫിസിയോളജി എന്നത് ജൈവവസ്തുക്കളുടെ ധർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പോമോളജി എന്നത് പഴവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സോഷ്യോബയോളജി എന്നത് മനുഷ്യനും മറ്റു ജന്തുക്കളും തമ്മിലുള്ള ഇണചേരലിൻ്റെ ജീവശാസ്ത്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ടാക്സോണമി എന്നത് സസ്യജന്തുജാലങ്ങളുടെ ശാസ്ത്രീയമായ വിഭജനത്തെക്കുറിച്ചുള്ള പഠനമാണ്. എൻഡമോളജി എന്നത് പ്രാണികളെക്കുറിച്ചുള്ള പഠനമാണ്. ജെനിയോളജി എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ പൂർവികരെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇത്രയും ശാസ്ത്രശാഖകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റായി ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ കുറേ പേരുകളെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം. ഇതിപ്പോൾ ചോദിക്കാറുണ്ട്, ചില ശാസ്ത്രശാഖകളെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻസിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിക്കാം.